ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും തകൃതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാവും അല്ലേ. ഇനിയുള്ള കുറഞ്ഞ സമയത്ത് പ്രധാനപ്പെട്ട മുൻകാല ചോദ്യങ്ങൾ പഠിച്ചു പോവുക എന്നുള്ളതാണ് ബുദ്ധിപരമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ പുതുതായി നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. പ്രധാന മുൻകാല ചോദ്യങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ചോദിച്ചാൽ ആരവല്ലിയാണ്. എങ്ങനെ ഓർക്കാം? അപ്പൊ പഴക്കം ചെല്ലുന്തോറും എന്താണ്, നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മുടെ പല്ല് നഷ്ടാവും അല്ലേ. പല്ല് എന്നതിൽ നിന്ന് വല്ലി കണക്ട് ചെയ്യാലോ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അനുയാത്ര ചെയ്യുന്നത് വീൽ ചെയറിലാണ് എന്നോർക്കാം. അനുയാത്ര ചെയ്യുന്നത് വീൽ ചെയറിലാണ്. അപ്പൊ അനുയാത്ര പദ്ധതി കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ളതാണ്. ഭാരതരത്ന അവാർഡ് ലഭിച്ച ആദ്യ വ്യക്തി. ഭാരതരത്ന അവാർഡ് ലഭിച്ച ആദ്യ വ്യക്തി ചോദിച്ചാൽ അത് സി രാജഗോപാലാചാരിയാണ്. മുൻപ് നമ്മൾ കോഡിലൂടെ പഠിച്ചു പോയിട്ടുണ്ട്. എങ്ങനെയാ പഠിച്ചത്? നമുക്ക് നല്ല ഭാരമുള്ള രത്നം ലഭിച്ചു എന്നാണ് അല്ലേ. നമുക്ക് നല്ല ഭാരമുള്ള രത്നം ലഭിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്, നമുക്ക് അതുകൊണ്ട് ഘോ പോകാൻ കഴിയോ? ഇല്ല അല്ലെ. ഘോ എന്നതിൽ നിന്ന് രാജഗോപാലാചാരി എന്ന് കണക്ട് ചെയ്യാലോ. നമുക്ക് നല്ല ഭാരമുള്ള രത്നം ലഭിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്, അതുമായി നമുക്ക് എന്താ ഘോ പോകാൻ വേണ്ടി പറ്റില്ല എന്നോർത്താൽ ഭാരതരത്ന അവാർഡ് ലഭിച്ച ആദ്യ വ്യക്തി സി രാജഗോപാലാചാരി. കബനി ഏതു നദിയുടെ പോഷക നദിയാണ്? കബനി കാവേരിയുടെ പോഷക നദിയാണ്. കബനി ഏതു നദിയുടെ പോഷക നദിയാണ് എന്ന് ചോദിച്ചാൽ കാവേരിയുടെ പോഷക നദിയാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ ഏതൊക്കെയാണ്? കേരളത്തിൽ ടോട്ടൽ 44 നദികളാണ്. അതിൽ 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ്. കബനിയും ഭവാനിയും കാവേരിയുടെ പോഷക നദികളാണ്. പഠിച്ചു വെക്കുക. കബനിയും ഭവാനിയും കാവേരിയുടെ പോഷക നദികളാണ്. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പ്രതിപാദിച്ചിട്ടുള്ളത്? മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഭാഗം 3-ലാണ്. ഭാഗം 3-ലാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പൗരത്വം. പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ഭാഗം ചോദിച്ചാൽ ഭാഗം 2-ആണ്. ഭാഗം 2-ലാണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. ഭാഗം 2-ൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ഭാഗം ചോദിച്ചാൽ ഭാഗം 3-ആണ്. ഊർജം അളക്കുവാനുള്ള യൂണിറ്റ്. ഊർജം അളക്കുവാനുള്ള യൂണിറ്റ് ചോദിച്ചാൽ അത് ജൂളാണ്. ജൂളാണ് ഊർജം അളക്കുവാനുള്ള യൂണിറ്റ്. ഊർജം, താപം, പ്രവൃത്തി എന്നിവയുടെ യൂണിറ്റ് ചോദിച്ചാൽ ഏതാണ്? ഊർജം, താപം, പ്രവൃത്തി എന്നിവയുടെ യൂണിറ്റ് ചോദിച്ചാൽ അത് ജൂളാണ്. ഊർജം, താപം, പ്രവൃത്തി. ഊർജത്തിന്റെ CGS യൂണിറ്റ് ചോദിച്ചാൽ ഏതാണ്? ഊർജത്തിന്റെ CGS യൂണിറ്റ് അത് എർഗാണ്. രണ്ടും മാറിപ്പോവരുത്. ഊർജത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ അത് ജൂളാണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് ചോദിച്ചാൽ അത് എർഗാണ്. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ 2008. 2008-ലാണ് ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. ദേശീയ കർഷക ദിനം ആചരിക്കുന്നതെന്ന്. ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നതെന്നാണ്? ഡിസംബർ 23. ഡിസംബർ 23-ആണ് ദേശീയ കർഷക ദിനം. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1. ചിങ്ങം 1-ആണ് കേരളത്തിൽ കർഷക ദിനം. ദേശീയ കർഷക ദിനം ചോദിച്ചാൽ അത് ഡിസംബർ 23-ആണ്. ഡിസംബർ 23 ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നു.
ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? കായംകുളം. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ്. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിതമായത്. കേരളത്തിലെ വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ. കേരളത്തിലെ വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ആരായിരുന്നു? സുഗതകുമാരി. സുഗതകുമാരിയാണ് കേരളത്തിലെ വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് ബാംഗ്ലൂരാണ്. രണ്ടും മാറിപ്പോവരുത്. ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് ബാംഗ്ലൂരാണ്. 2005 വിവരാവകാശ നിയമം ഏത് നിയമത്തെയാണ് റദ്ദാക്കിയത്? 2005 വിവരാവകാശ നിയമം ഏത് നിയമത്തെയാണ് റദ്ദാക്കിയത്? 2002 വിവര സ്വാതന്ത്ര്യ നിയമം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. 2005 വിവരാവകാശ നിയമം ഏത് നിയമത്തെയാണ് റദ്ദാക്കിയത്? 2002 വിവര സ്വാതന്ത്ര്യ നിയമമാണ്. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603 ദിവസം. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603. ഇനി വൈക്കം സത്യാഗ്രഹത്തിന്റെ വർഷം ചോദിക്കാറുണ്ട്. 1924 വൈക്കം സത്യാഗ്രഹം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമടക്കായലിലാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു. നെഹ്റു എന്ന് പറയുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ പുന്നാര പ്രൈം മിനിസ്റ്റർ എന്നോർത്താൽ മതി. പുന്നാര പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. പുന്നാര എന്നതിൽ നിന്ന് പുന്നമട കണക്ട് ചെയ്യാലോ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ചോദിച്ചാൽ അത് അഗസ്ത്യാർകൂടമാണ്. ഭരതനാട്യം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരതനാട്യം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തമിഴ്നാട്. ഭരതനാട്യം തമിഴ്നാടിന്റെ നൃത്തരൂപമാണ്. കഥക് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥക് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിന്റെ നൃത്തരൂപമാണ് കഥക്. അതുപോലെ കുച്ചിപ്പുടി ചോദിക്കാറുണ്ട്. കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ്? കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപമാണ്. ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപമാണ് കുച്ചിപ്പുടി. മോഹിനിയാട്ടം ചോദിച്ചാൽ ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? മോഹിനിയാട്ടം. മോഹിനിയാട്ടം കേരളത്തിൻ്റെതാണ്. കേരളത്തിന്റെ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. ഗർഭ. ഗർഭ നൃത്തം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ഗുജറാത്ത്. ഗുജറാത്ത് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭരതനാട്യം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തമിഴ്നാട്. ഏത് സംസ്ഥാനത്താണ് സുൽത്താൻപൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്താണ് സുൽത്താൻപൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? ഹരിയാന. നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ഇവിടെ സുൽത്താൻ എന്നുണ്ട് അല്ലേ? സുൽത്താൻ ആനപ്പുറത്ത് വരുന്നത് ഓർക്കാം. ആന എന്നതിൽ നിന്ന് ഹരിയാന എന്ന് കണക്ട് ചെയ്യാലോ. സുൽത്താന് ആനപ്പുറത്ത് വരിക അല്ലെ. അപ്പോൾ സുൽത്താൻപൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ്. ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് കർണം മല്ലേശ്വരി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് കർണം മല്ലേശ്വരി. സ്വരാജ് പാർട്ടിയുടെ പ്രഥമ പ്രസിഡന്റ്. സ്വരാജ് പാർട്ടിയുടെ പ്രഥമ പ്രസിഡന്റ് ചിത്തരഞ്ജൻ ദാസ് ആണ്. 1923 CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത്. CR ദാസ് എന്നതിന്റെ പൂർണ്ണനാമമാണ് ചിത്തരഞ്ജൻ ദാസ്. മാറിപ്പോവരുത്. അപ്പോൾ CR ദാസ് ആണ് സ്വരാജ് പാർട്ടിയുടെ പ്രഥമ പ്രസിഡന്റ്. പ്രഥമ സെക്രട്ടറി ആണ് മോത്തിലാൽ നെഹ്റു. ആരൊക്കെ ചേർന്നുകൊണ്ടാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്? CR ദാസ് അല്ലെങ്കിൽ ചിത്തരഞ്ജൻ ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നുകൊണ്ടാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത്. ഏത് വർഷമാണ്? 1923.
ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം എത്ര സന്നദ്ധ പ്രവർത്തകർ ഉണ്ടായിരുന്നു? ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം എത്ര സന്നദ്ധ പ്രവർത്തകർ ഉണ്ടായിരുന്നു? 78. അതുപോലെ നമ്പർ പഠിക്കുമ്പോൾ ഓർത്തിരിക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികളാണ് പങ്കെടുത്തത്? 72 പ്രതിനിധികളാണ്. 72 പ്രതിനിധികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം എത്ര സന്നദ്ധ പ്രവർത്തകർ ഉണ്ടായിരുന്നു? 78. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ചോദിച്ചാൽ അത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത് 1942-ലാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ചോദിച്ചാൽ അത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചാൽ ആരാണ്? ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചാൽ ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരി പഠിച്ചു വെക്കണം. നമ്മൾ മുൻപ് കോഡിലൂടെ പഠിച്ചു പോയിട്ടുണ്ട്. നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഡെയിലി PYQ+ കോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളത് കാണാറില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ചോദിച്ചാൽ അത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമാകുന്ന പ്രതിഭാസം മുൻപ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമാകുന്ന പ്രതിഭാസം ഏതാണ്? വിസരണമാണ്. എങ്ങനെ നമ്മൾ ഓർത്തിരുന്നത്? ആകാശത്തിന്റെ നീല നിറം എന്ന് പറയുമ്പോൾ നമ്മൾ വിസ കിട്ടി ഫ്ലൈറ്റിൽ അല്ലേ, വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആകാശത്തിന്റെ ആ നീല നിറം ആസ്വദിക്കുന്നു എന്ന് ഓർത്തിരുന്നു അല്ലേ. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമാകുന്ന പ്രതിഭാസമാണ് വിസരണം. യുദ്ധവും സമാധാനവും ആരുടെ കൃതിയാണ്? യുദ്ധവും സമാധാനവും ലിയോ ടോൾസ്റ്റോയ്. യുദ്ധവും സമാധാനവും ആരുടെ കൃതിയാണ്? ലിയോ ടോൾസ്റ്റോയ്. ഏത് നദിയാണ് തെക്കേ ഇന്ത്യയെയും വടക്കേ ഇന്ത്യയെയും വേർതിരിക്കുന്നത്? ഏത് നദിയാണ് തെക്കേ ഇന്ത്യയെയും വടക്കേ ഇന്ത്യയെയും വേർതിരിക്കുന്നത്? നർമ്മദ നദിയാണ്. നർമ്മദ നദിയാണ് ഇന്ത്യയെ തെക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്നത്. കേരളത്തിന്റെ ഗവർണറായ ആദ്യ മലയാളി. കേരളത്തിന്റെ ഗവർണറായ ആദ്യ മലയാളി ചോദിച്ചാൽ അത് വി വിശ്വനാഥനാണ്. കേരളത്തിന്റെ ഗവർണറായ ആദ്യ മലയാളിയാണ് വി വിശ്വനാഥൻ. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യയാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. അതുപോലെ ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ CPOയുടെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ ത്രിവർണ്ണ പതാക എവിടെയാണുള്ളത്? ആൻഡമാൻ നിക്കോബാർ ആണ്. പഠിച്ചു വെക്കുക. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ത്രിവർണ്ണ പതാക എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ അത് പിംഗലി വെങ്കയ്യ. ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെയാണ്? ന്യൂമോണിയ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന സ്ഥലം ചോദിച്ചാൽ ഏതാണ്? പ്ലൂറയാണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന സ്ഥലം ചോദിച്ചാൽ അത് പ്ലൂറയാണ്. ന്യൂമോണിയ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ചോദിച്ചാൽ അത് ശ്വാസകോശമാണ് അല്ലെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് ശ്വാസകോശം. ഭാരം കുറഞ്ഞ അവയവം. അപ്പോൾ പഠിച്ചു, ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ശ്വാസകോശത്തെയാണ്. ശ്വാസകോശം പൊതിഞ്ഞിരിക്കുന്ന സ്ഥലം ചോദിച്ചാൽ അത് പ്ലൂറയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അസമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് അസം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അസമാണ്. പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ചണം ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാലും അത് പശ്ചിമ ബംഗാളാണ്. അപ്പോൾ ലോകത്തിൽ തന്നെ ചണത്തിന്റെ ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണ് അല്ലേ. ഇതെല്ലാം PSCയിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1998 ഡിസംബർ 11.
സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11-നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. രണ്ടും തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11-നാണ്. മനുഷ്യനിൽ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ പ്രകാശഗ്രാഹി, മനുഷ്യനിൽ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ പ്രകാശഗ്രാഹി ചോദിച്ചാൽ കോൺ കോശങ്ങളാണ്. ഏതു രോഗത്തെയാണ് ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത്? ഏതു രോഗത്തെയാണ് ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത്? കുഷ്ഠം. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാൽ അത് കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരള്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ചോദിച്ചാൽ ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാൽ കരളാണ്. ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥി ചോദിച്ചാൽ അത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ അല്ലെങ്കിൽ തുടയല്ലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. ഏറ്റവും ചെറിയ അസ്ഥി ചോദിച്ചാൽ ഏതാണ്? ഏറ്റവും ചെറിയ അസ്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചോദിച്ചാൽ ചെവിയിലെ സ്റ്റേപ്പിസ് ആണ്. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, SCRT പോയിന്റ്സ് കൂടിയാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാൽ അത് കരളാണ്. മനുഷ്യനിൽ വൈറ്റമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗമേത്? വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്നത് നിശാന്തതയാണ്. വൈറ്റമിൻ എയുടെ കുറവ് മൂലം. ഇനി വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഏതാണ്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ്. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം സ്കർവി. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് സ്കർവി. വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്നത് നിശാന്തതയാണ്. വൈറ്റമിൻ B3യുടെ കുറവ് മൂലമുണ്ടാകുന്നത് പെല്ലഗ്ര. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, റിപ്പീറ്റഡ് ആയി PSCയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ മനുഷ്യനിൽ വൈറ്റമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം ചോദിച്ചാൽ അത് നിശാന്തതയാണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ് ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ. ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ചോദിച്ചാൽ അത് നൈട്രജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ചോദിച്ചാൽ ഓക്സിജൻ ആണ്. ഓക്സിജൻ കണ്ടെത്തിയത് ആരാണ്? ജോസഫ് പ്രീസ്റ്റ്ലിയാണ് ഓക്സിജൻ കണ്ടെത്തിയിട്ടുള്ളത്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയിട്ടുള്ളത്. ഞാൻ എന്ന ആത്മകഥ എഴുതിയത് NN പിള്ള. NN പിള്ളയുടെ ആത്മകഥയാണ് ഞാൻ. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരാണ്? സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക്. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്കാണ് നബാർഡ്. നബാർഡ് സ്ഥാപിതമായ വർഷം. നബാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയി PSCയിൽ ചോദിക്കുന്നുണ്ട്. 1982 നബാർഡ് സ്ഥാപിതമായിട്ടുള്ളത്. നബാർഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? മുംബൈ ആണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. അപ്പോൾ നബാർഡ് സ്ഥാപിതമാകാൻ കാരണമായ കമ്മിറ്റി ചോദിക്കാറുണ്ട്. ശിവരാമൻ കമ്മിറ്റി. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ പോയിന്റും വളരെ പ്രധാനമാണ്. അപ്പോൾ പഠിച്ചു വെക്കുക. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്കാണ് നബാർഡ്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം ചോദിച്ചാൽ 1966 മുതൽ 1969 വരെയാണ്. പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം ചോദിച്ചാൽ 1966 മുതൽ 1969 വരെയാണ്.
രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ അത് 6 വർഷമാണ്. രാജ്യസഭയുടെ കാലാവധി ചോദിച്ചാൽ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് അല്ലെ. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ 6 വർഷമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. ഇന്ത്യയിലെ ആദ്യ വിദേശകാര്യ വകുപ്പ് മന്ത്രി ചോദിച്ചാൽ ആരാണ്? ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിലെ ആദ്യ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. വർക്കലയിൽ ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരുവാണ്. വർക്കലയിൽ ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരുവാണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 2007 ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ടെറ്റനസ് ബാധിക്കുന്ന ശരീരഭാഗം? ടെറ്റനസ് ബാധിക്കുന്നത് പേശികളെയാണ്. നേരത്തെ നമ്മൾ പഠിച്ചു. ന്യൂമോണിയ ബാധിക്കുന്നത് ഏതു ഭാഗത്തെയാണ്? ശ്വാസകോശത്തെയാണ്. ടെറ്റനസ് ബാധിക്കുന്ന ശരീരഭാഗം ചോദിച്ചാൽ അത് പേശികളാണ്. മെലാനിന്റെ അഭാവം മൂലം ത്വക്കിനുണ്ടാകുന്ന രോഗം ഏതാണ്? ആൽബനിസം. മെലാനിന്റെ അഭാവം മൂലം ത്വക്കിനുണ്ടാകുന്ന രോഗമാണ് ആൽബനിസം. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകം ഏതാണ്? എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകം കാൽസ്യമാണ്. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകമാണ് കാൽസ്യം. പഞ്ചായത്തി രാജ് സംവിധാനത്തെ സ്കൂൾ ഓഫ് ഡെമോക്രസി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എം.എൻ. റോയ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. പഞ്ചായത്തി രാജ് സംവിധാനത്തെ സ്കൂൾ ഓഫ് ഡെമോക്രസി എന്ന് വിശേഷിപ്പിച്ചത് എം.എൻ. റോയ്. മനുഷ്യനിലുള്ള പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മനുഷ്യനിലുള്ള പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് PSCയിലെ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള 50 പ്രധാന മുൻകാല ചോദ്യങ്ങളാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്